ഇക്വേഷൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഇക്വേഷൻസ് എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യേണ്ടതെന്ന് ഒരു ധാരണ ഇല്ലാണ്ടിരിക്കുകയാണോ? എന്നാൽ അതിനായിട്ട് കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിലേക്ക് ഒരു 100-ലധികം ഇക്വേഷൻസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. സോ ഇത്രയധികം ഇക്വേഷൻസ് എങ്ങനെയാണ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുക? ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് എന്തൊക്കെ ഇക്വേഷൻസ് ആണ് ആ ചാപ്റ്ററിലുള്ളത് അത് നിങ്ങൾ ഒരു പേപ്പറിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിന് അറിയാൻ നമുക്ക് 13 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. 13 നമ്മളെ പ്രോബ്ലം ചാപ്റ്റേഴ്സ് തന്നെയാണ് വരുന്നത്. ഒരുപാട് ഇക്വേഷൻസും വരുന്നുണ്ട്. സോ ഈ 13 ചാപ്റ്റേഴ്സ് തീരുന്ന സമയത്ത് അതിലെ എല്ലാ ഇക്വേഷൻസിന്റെ സെറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് കോൺസെപ്റ്റ് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്ത് വരേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഒരു ചോദ്യത്തിൽ നിന്ന് ഇക്വേഷൻ നമ്മൾ എത്തിക്കുന്ന രീതിയിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ചോദ്യത്തിൽ തന്നെ ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ അല്ലെങ്കിൽ മീൻ ആണോ, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് എടുത്തെഴുതാൻ വേണ്ടി പറ്റണം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ പഠിച്ചൊരു ഇക്വേഷനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഫ്ലാഷ് കാർഡ്സ് പ്രിപ്പയർ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഫ്ലാഷ് കാർഡ്സിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും എന്നും കാണുന്ന രീതിയിൽ അത് ഒട്ടിച്ച് വെക്കാം. സ്റ്റിക്കി നോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻസ് എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്നും കാണുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ മിററിലാണെങ്കിൽ നിങ്ങളിപ്പോൾ രാവിലെ മുടി കെട്ടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ ടേബിളിൻ്റെ സൈഡിലോ ഒക്കെ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ എന്നും കണ്ട് കുറച്ചും കൂടെ അത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ അത് ഹെൽപ്പ് ചെയ്യും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് ദ ക്വസ്റ്റ്യൻസ്. നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. അതേപോലെ തന്നെ ടെക്സ്റ്റിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻസിനോടുള്ള പേടി തന്നെ നമുക്ക് മാറി വരും. ഒരു ചോദ്യം കാണുമ്പോഴേ നമുക്കൊരു ഐഡിയ വരും, ഓക്കെ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, ഏതൊക്കെ ഇക്വേഷൻസ് ആണ് ഏറ്റവും അധികം തവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടും. സോ അത്തരത്തിലുള്ള ഇക്വേഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകും.